കണ്ണൂര് കൊലപാതക രാഷ്ട്രീയത്തിന് പേരുകേട്ട സ്ഥലമാണ് കണ്ണൂർ. ഈ അടുത്തായിട്ട് പക്ഷേ നമ്മൾ അങ്ങനെ വാർത്തകളൊന്നും കേൾക്കുന്നില്ല. കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം എങ്ങനെയാണ് അവസാനിച്ചത്? ഞാൻ 3 ഓപ്ഷൻ തരാം. ഇതിൽ പറഞ്ഞാൽ ഇത് ആരായിരിക്കും അവസാനിപ്പിക്കുക? 1 എം, 2 പിണറായി വിജയൻ, 3 നരേന്ദ്രമോദി. ഇതിലാരാ? ശ്രീ എം അല്ല, നരേന്ദ്രമോദിയാണ്. കാരണം നമ്മൾ വിചാരിക്കുക അങ്ങനെയല്ല. ശ്രീ എം ഇടപെട്ടു. നിങ്ങൾ ലോകത്ത് സകല സ്ഥലത്തും മീഡിയേഷൻ ഒരാൾ വരുന്നതിന് മുമ്പേ ബാക്ക്ഗ്രൗണ്ടിൽ ഇവർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏത് ഈ യുദ്ധം ചെയ്യുന്ന ആളുകൾ കാര്യങ്ങൾ സെറ്റ് ചെയ്യും. എന്നിട്ട് ഇവർക്ക് നേരിട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം ആളുകൾ ഇവർ ഉടായിപ്പാന്ന് വിചാരിക്കല്ലോ, ഇവരൊരു മീഡിയേറ്ററെ പറഞ്ഞുവിടും. സത്യത്തിൽ ഇങ്ങനെ വന്നൊരു മീഡിയേറ്ററാണ് എം. സത്യത്തിൽ ഈ പ്രശ്നം അവസാനിപ്പിച്ചത് മോഡിയാണ്. പിണറായി വിജയനും അതിൽ വലിയൊരു പങ്കുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ മോഡി അധികാരത്തിൽ വരുന്നു, കേരളത്തിൽ LDF അധികാരത്തിൽ വരുന്നു, കണ്ണൂരിൽ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അതിശക്തമായി മുന്നോട്ട് പോകുന്നു. ഡൽഹിയിലൊക്കെ മീഡിയയിൽ കില്ലിംഗ് ഫീൽഡ് ഓഫ് കേരള എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് കണ്ണൂരിന് വരുന്നത്. അതിനെപ്പറ്റി പുസ്തകങ്ങൾ വരുന്നു. ദേശീയ ചാനലുകൾ വലിയ ചർച്ചകൾ എന്നെയൊക്കെ വിളിച്ചിരുന്നു, ചർച്ചകൾ പങ്കെടുക്കും. കാരണം കേരളത്തിൽ ഈ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ആരും കാണാത്തൊരു വേർഷൻ, അതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കലായിട്ടൊരു വേർഷൻ അവതരിപ്പിച്ചത് CPM അനുകൂലമായിരുന്നു. ഞാനാ പഠിച്ചിട്ടുണ്ടത്. ഈ വിഷയത്തെ പറ്റി ആദ്യമായിട്ട് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ്സൺ, അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. അത് പബ്ലിഷ് ചെയ്തിട്ടില്ല, ലൈബ്രറിയിലൊക്കെ ലഭ്യമാണ്, പോലീസ് ലൈബ്രറിയിലൊക്കെ. ഇതിനെപ്പറ്റി ഒതന്റിക് ആയിട്ട് ആദ്യത്തെ തിസിസ് എഴുതിയത്. പിന്നെ 1-2 പുറത്തുള്ള ആളുകൾ, ദേശായി പഠിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം മലയാളിയായ ഒരു ഡൽഹി ബേസ്ഡ് പത്രപ്രവർത്തകർ അതേപറ്റി പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്, ഇതിനെപ്പറ്റി അക്കാദമിക് പഠനങ്ങൾ. അപ്പം ഞാനിതെല്ലാം ഇതിലൂടെ പോയിട്ടുണ്ട്. ദേശായി എനിക്ക് തോന്നുന്നു ഒരു സൗത്ത് ആഫ്രിക്കയിലെ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറാണ്. അപ്പം ഇതിങ്ങനെ വലിയൊരു വിഷയമാണ് കണ്ണൂർ. ആ നിൽക്കുന്ന സമയത്ത് അത് മോഡിക്ക് ഭയങ്കര തലവേദനയായി. അപ്പം അതേ പ്രധാനമന്ത്രിയാണല്ലോ. ഈ ഒരു ചെറിയ വിഷയത്തിൻ്റെ പുറത്ത് ഇങ്ങനെ മാത്രമല്ല, കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായ ഉത്തരേന്ത്യയിലുള്ള CPM ഓഫീസുകൾ ആക്രമിക്കണം, ആ രീതിയിലൊക്കെ അത് മാറുകയും ചെയ്തു. അങ്ങനെ ഞാൻ എനിക്ക് മനസ്സിലാക്കിയത് ഒതന്റിക് ഇൻഫർമേഷനാണ്. കണ്ണൂരെ പ്രധാനപ്പെട്ട സംഘത്തിൻ്റെ പ്രവർത്തകരെ മോഡി വിളിക്കുന്നു, മോഡിയുടെ വീട്ടിലേക്ക്. അദ്ദേഹം പറയുന്നു, ഇതൊക്കെ ഒന്ന് തീർക്കണം, മനസ്സിലായി? അപ്പോൾ ഇവരൊന്നല്ലേ, നമുക്ക് ഒരുപാട് ആളുകൾ നമ്മളാളുകൾ മരിച്ചിട്ടുണ്ട്. അപ്പോൾ ആളുകൾക്ക് ആ വിഷമമുണ്ട്, അത്ര എളുപ്പമല്ല. അതൊക്കെ നമുക്ക് എത്ര കാലം കണ്ടിന്യൂ ചെയ്യാൻ പറ്റും? നമ്മൾ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് സമാധാനം ആവശ്യമാണ്, ഏത് പ്രദേശത്തിൻ്റെ വളർച്ച. അങ്ങനെ അവർ കൺവിൻസ്ഡായി. കണ്ണൂർ RSSൻ്റെ പ്രവർത്തകർ കൺവിൻസ്ഡായി. ഇത് ഒതന്റിക് സോഴ്സാണ് കേട്ടോ, അവിടെ നിന്ന് പറയുന്നതല്ല, ആളെ പേര് പറയുന്നില്ല ഈ ഇൻഫർമേഷൻ. അങ്ങനെ ആയതിനു ശേഷം എനിക്ക് തോന്നുന്നു ഇദ്ദേഹം മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയും ഇത് ഞാൻ അസ്യൂം ചെയ്യുന്നതാണ്. പ്രധാനമന്ത്രി പല സമയത്ത് കാണില്ല, അദ്ദേഹത്തിന് മുന്നേ വിഷയം അവതരിപ്പിച്ചിട്ടുണ്ടാവും പ്രധാനമന്ത്രി. അപ്പോൾ സ്വാഭാവികമായിട്ടും പിണറായി ഈ പറയുന്നതിന് ആദ്യ കാലഘട്ടത്തിൽ അദ്ദേഹം ഈ രാഷ്ട്രീയ കൊലപാതകങ്ങളെല്ലാം സജീവമായിട്ട് കണ്ണൂർ പാർട്ടി ലീഡർഷിപ്പിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നിന്നല്ലേ പറ്റുള്ളൂ. അദ്ദേഹം സ്വാഭാവികമായിട്ടും ബോഡിക്ക് രാമകൃഷ്ണൻ കൊലക്കേസിൽ അദ്ദേഹത്തിന്റെ പ്രതിസ്ഥാനത്ത് അദ്ദേഹം ഉണ്ടായിരുന്നു. പിന്നെ വെറുതെ ഇവിടെ ഉണ്ടായി. മാത്രമല്ല കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകമായിട്ട് ബന്ധപ്പെട്ടിട്ട് CPMന് ഒരു ലീഡർഷിപ്പ് ഉണ്ടാവുമല്ലോ, RSSന് ലീഡർഷിപ്പ്. അപ്പോൾ അതിനെ പുറത്തുനിന്ന ആളാണ്, അത് നേരിട്ട് ഇടപെട്ട ആളാണ് പിണറായി. അപ്പൊ അദ്ദേഹത്തിനും ഈ ഒരു എത്ര കാലം വിചാരിച്ച് എങ്ങനെ ആളുകൾ കൊല്ലുക, മാത്രമല്ല ഈ കുടുംബങ്ങളൊക്കെ സംരക്ഷിക്കണം. പിന്നെ ഭയങ്കര നെഗറ്റീവ് ഇമേജ്, CPMന് കൊലയാളി പാർട്ടിയുടെ ഇമേജ് വരാൻ കാരണം ഈ കണ്ണൂർ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. അപ്പം അദ്ദേഹം വിചാരിച്ചിട്ടുണ്ടാവും ഇതെങ്ങനെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണം എന്നുള്ളൊരു ഫീൽ. അങ്ങനെയാണ് എം മീഡിയേറ്ററായിട്ട് വരുന്നത്. മനസ്സിലായത്? ഇതിൽ മോഡിയാണ് തുടക്കേണ്ടത്. പിണറായിന്റെ കാര്യം എനിക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല, അത് ഞാൻ അസ്യൂം ചെയ്തു അങ്ങനെ ആയിരിക്കും. ഞാൻ പിണറായിയെ മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം ഈ പറയുന്നതിന്റെ മാതിരി ചോരക്കുതിയായിട്ട് എപ്പോഴും സമയത്ത് മുന്നോട്ട് പോകുന്ന ആളെന്നല്ല. പാർട്ടിക്ക് വേണ്ടി അദ്ദേഹം എന്ത് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ഫൈനലി സമാധാനം വേണം, ഈ നോക്കുകൂലിക്ക് അതിനെ നിലപാടെടുത്ത അദ്ദേഹമാണ്. അദ്ദേഹത്തിനും ആ ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെയാണ് ഇവർ ചർച്ച ചെയ്യുകയും വരികയും അങ്ങനെ കണ്ണൂർ CPMഉം RSSും തമ്മിലുള്ള രാഷ്ട്രീയ കൊലപാതകം ഏതാണ്ട് അതോടുകൂടി നിന്നു. അതിനവർ ചെയ്തിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനെ അവിടെ അലക്സാണ്ടർ ജേക്കബ്സ് അതൊക്കെ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് വെച്ചാൽ ഈ കൊയ്ത്ത് കഴിഞ്ഞ സമയങ്ങളാണ് മുമ്പ് അവിടെ ഏറ്റവും കൂടുതൽ രാഷ്ട്രീയ കൊലപാതകം ഉണ്ടായിരുന്നു. കൊയ്ത്ത് കഴിഞ്ഞ് അപ്പോഴത്തെ ആളുകൾ പണിയില്ലാതിരിക്കും. അപ്പോൾ ഈ ഇതുണ്ടല്ലോ, ഈ കൽക്കെട്ട് എന്നൊക്കെ പറയില്ലേ, എന്താ പറയുക, കൽക്കെട്ട് എന്നല്ലേ നിങ്ങളായിട്ട് പറയാം, അതിനെ മുളക്കെ പയ്യന്മാർ ഇങ്ങനെ ഇരിക്കും. ഇന്ന് പോകുന്ന ആരെങ്കിലും കമന്റ് അടിക്കും, പെണ്ണുങ്ങളല്ല ആണുങ്ങളെ. ഇത് പൊളിറ്റിക്കൽ കമന്റ് ആയിരിക്കും. അവിടെ പൊളിറ്റിക്കലി ഭയങ്കര സബ്സ്റ്റാൻഡ് അല്ല, അതിന് പോകുന്ന അടി ഉണ്ടാവും, അടിൻ്റെ ഒരു കൊലപാതകം ഉണ്ടാവും. ഇത് CPMന്റെയോ കോൺഗ്രസിന്റെയോ RSSന്റെയോ ജില്ലാ ലീഡർഷിപ്പ് പറയണമെന്നില്ല, ഇത് അവിടെ സംഭവിക്കുന്നതാണ്. പിന്നെ അവരങ്ങ് ഏറ്റെടുക്കും. പിന്നെ എന്ത് ചെയ്യും, ഒരാളെ കൊന്നു, കണ്ണൂർ ഒരാളെ കൊന്നതിന് അടുത്ത മറ്റേ ആളെ കൊല്ലണം, ഒന്ന്
1-1 അങ്ങനെ ആദ്യമാണ് കോൺഗ്രസുമായിട്ടായിരുന്നു ആദ്യം. ബോഡിക്കൽ രാമകൃഷ്ണൻ അവിടെ RSS ഉണ്ടാക്കാൻ ശ്രമിച്ച ഒരാളായിരുന്നു. പിണറായി വിജയനൊക്കെ സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തെ ഇന്ന് കാണുന്ന രാഷ്ട്രീയ കൊലപാതകം ആദ്യത്തെ ബോഡിക്കൽ രാമകൃഷ്ണൻ കാണാം. പക്ഷെ എങ്കിൽ പോലും ആ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട സംഘർഷം കോൺഗ്രസ് നേതാവ് രാമകൃഷ്ണൻ ഉണ്ടായിരുന്ന സമയത്താണ്. സുധാകരനൊക്കെ സ്റ്റുഡൻ്റാണ്. അപ്പം ആ സമയത്താണ് അപ്പുറത്ത് MP രാഘവനാണ് ഫൈറ്റ് ചെയ്യുന്നത് CPM-ന്റെ. MP രാഘവന്റെ ടീമിൽ ഉണ്ടായിരുന്ന ആളുകളാണ് ഇപ്പോഴത്തെ ജയരാജന്മാര്, പിണറായി ജയരാജൻ, പി ജയരാജൻ. ഈ ടീമൊക്കെ അദ്ദേഹത്തിന്റെ ടീമിൽ ഉണ്ടായിരുന്ന ആളുകളാണ്. MP ജയരാജനും രാമകൃഷ്ണനായിരുന്നു. പിന്നെ അതിനുശേഷം സുധാകരൻ രാമകൃഷ്ണനെ പിന്നെ സൈലന്റ് ചെയ്തുകൊണ്ട് സുധാകരൻ വരുന്നു. CPM-ല് MP രാഘവൻ പോയതിനു ശേഷം പിണറായി വരുന്നു. പിന്നെ അവര് തമ്മിൽ ആയിരുന്നു ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് രീതിയിൽ അവര് തമ്മിലായിരുന്നു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഫൈറ്റ് ഉണ്ടായിരുന്നു. താഴെത്തട്ട് രാഷ്ട്രീയ കൊലപാതകം 1-1 2-2 നമുക്ക് പോയി. പിന്നെ കോൺഗ്രസ് സജിത് ലാലിന്റെ ഒരു വധം ഉണ്ടായി. എനിക്ക് 90s കൂടിയിട്ടാണ്. അതോടെ കോൺഗ്രസ് ഇന്നങ്ങ് വരും. കാരണം അവർക്ക് ആൾശേഷി ഇല്ലാതാവുകയൊക്കെ ചെയ്തു. ഇതിൽ കാര്യമില്ലാതെ അവർക്ക് തോന്നും. പിന്നെയാണ് അത് RSS CPM സംഘർഷമായിട്ട് ബാധിക്കുന്നത്. അതിൽ വലിയ കൊലപാതകങ്ങളുണ്ട്. അതിലൊന്നാണ് ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലപാതകം, സ്കൂളിൽ കയറി വെട്ടിക്കൊന്നത്. അതിന്റെ പ്രതികാരമാണ് P ജയരാജനെ ഒരു തിരുവോണ നാളിലെ അന്ന് വീട്ടിൽ കയറി RSS വെട്ടി അദ്ദേഹം സ്വയം സെൽഫ് ഡിഫൻസോട് രക്ഷപ്പെട്ടതാണ്. ജീവിക്കുന്ന രക്തസാക്ഷിയാണ്. ഇതിനെ തുടർച്ചയായിട്ടാണ് പിന്നെ MP ജയരാജനെ ട്രെയിനിന് ബോംബ് വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചത്. RSS-ന്റെ ഒരുപാട് പ്രവർത്തകർ ആ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല ചെയ്യപ്പെടുകയുണ്ടായി. അപ്പം ഇപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ നാട്ടും ഇതിനിടയ്ക്ക് ഒരു രാഷ്ട്രീയ കൊലപാതകം ഒരു വൈദ്യർ എന്ന് പറഞ്ഞ ഒരാളെ കൊന്നിരുന്നു. അന്ന് MP ജയരാജന MP ഗോവിന്ദമാഷാണ് പാർട്ടി സെക്രട്ടറി. അങ്ങനെ വൈദ്യരെ പാർട്ടി അറിയുന്ന കാര്യം ലോക്കലിലാണ് സംഭവമാണ്. വൈദ്യരെ കൊന്നിട്ട് ഇത് പാർട്ടി ഏറ്റെടുക്കണമെന്ന് അടുത്ത സഹാക്കളൊന്ന് വന്നപ്പോൾ ഗോവിന്ദമാഷ ഞാൻ ഏറ്റെടുക്കില്ല, പാർട്ടി ഏറ്റെടുക്കില്ല. ഗോവിന്ദമാഷ അന്ന് ഇതിനെതിരായി, രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരാണ്. കാരണം ഗോവിന്ദമാഷ ആ സർക്കിൾ ഉണ്ടായിരുന്നില്ല. ഇവരൊരു ബുദ്ധിജീവിയായ രീതിയിലാണ്. ഇപ്പൊ മാഷ് വന്നതിന് ശേഷം കാണാം ആ രീതിയിലുള്ള സംഘർഷങ്ങളൊന്നും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഫിസിക്കലായിട്ടുള്ള സംഘർഷങ്ങളൊന്നും അദ്ദേഹം പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതാണ് ഈ പാർട്ടി ഏറ്റെടുക്കാതെ പോയ അപൂർവം ചില കൊലപാതകങ്ങളിലൊന്നും. അത് മാഷുടെ ഹൈലൈറ്റുമാണ്. ഇന്ന് എന്തുകൊണ്ട് മാഷ് പാർട്ടി സെക്രട്ടറി എന്ന് ചോദിച്ചാൽ അതിനൊരു പ്രധാനപ്പെട്ട കാരണം ഇതൊക്കെ തന്നെയാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ചോദിച്ച CPM-ന്റെ നേതാവാണ്. പിന്നെ ബുദ്ധിജീവി ആയതുകൊണ്ട് ചില കാര്യങ്ങളൊന്നും ആളുകൾക്ക് ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. അതർവൈസ് അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ്, സമാധാനപ്രിയനാണ്, എല്ലാവരും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ പോയ ഇപ്പം എന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ താഴെത്തട്ടിൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ തൊട്ട് മുകളിലത്തെ കമ്മിറ്റികൾ RSS-കാരും പിന്നെ CPM-മാർ അറിയുന്നു. അവർ പരസ്പരം ഇടപെടുന്നു, ജില്ലാ കമ്മിറ്റി ഇടപെടുന്നു, അവിടെ സംഘർഷത്തിലേക്ക് പോകുന്നില്ല. ഇനി ആരെങ്കിലും സംഘർഷത്തിലേക്ക് പോയാൽ അവന്റെ കാര്യം തീർന്നു, കൈ ഒഴിയും. മാത്രമല്ല ഒരു കേസിന്റെ CBI അന്വേഷണം വന്നാൽ മൂടി പിടിച്ച് അകത്തിടും. ഇവിടെ കേരള പോലീസ് ഒരു മയവും കാണിക്കില്ല. ഇതാണ് ഇതിന്റെ ഒരു കാര്യം. പണ്ട് ലിസ്റ്റ് കൊടുക്കുമായിരുന്നു. ഇപ്പൊ അതൊക്കെ മാറി. ഇപ്പൊ അത് കൃത്യമായ നിലപാടാണ്. പിണറായിന്റെയും മോഡിയുടെയും കൃത്യമായ നിലപാടാണ്. ഒരു മയവും കാണിക്കില്ല. ഇപ്പൊ അവിടെ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകം എന്ന് വെച്ചാൽ ബേസിക്കലി NDF അല്ല SDPI-യും RSS തമ്മിൽ സംഘർഷമാണ്. ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരെ കൊന്നിരുന്നു, SDPI-ക്കാരനെ. അത് ഒരു കാറിൽ പോകുമ്പോൾ തടഞ്ഞു നിർത്തി കൊന്നിരുന്നു. ഞാനത് അന്വേഷിച്ച സമയത്ത് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. അത് വളരെ സംഘർഷത്തിന്റെ ഭാഗമായിട്ട് ആളുകൾക്ക് അറിയാം കൊലപാതകം നടക്കുമായിരുന്നത്. ഇപ്പൊ അവിടെ ഈ രാഷ്ട്രീയ സംഘർഷമായി മതപരമായി മാറുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ നെഗറ്റീവ്. പക്ഷെ അതിനുശേഷം വലിയ കൊലപാതകങ്ങൾ ഉണ്ടായില്ല. എനിക്ക് തോന്നുന്നു കൃപേഷ് ശരത്ലാലൊക്കെ കൃപേഷ് ശരത്ലാല് അത് കാസർഗോഡ് അത് ഉൾപ്രദേശങ്ങളിൽ അത് ഇതിന് തൊട്ട് ഷുക്കൂറിന്റെ വധുവൊക്കെ അല്ലെ കൃപേഷ് ശരത്ലാലൊക്കെ ആ സംഭവം അനിൽ ഷുക്കൂറിൻ്റെത് അത് കോൺഗ്രസ് ആണ്. അതിന്റെ സംഭവം ബേസിക്കലി ലീഗാണ്. അനിൽ ഷുക്കൂർ ലീഗ്, പിന്നെ മറ്റേവരുണ്ടല്ലോ ഷുഹൈബ് കോൺഗ്രസ്. ഇതിന്റെ ഒരു കാര്യം RSS-ഉം CPM-ഉമായിട്ടാണ് നമ്മൾ 90s-ഓടുകൂടി ഈ പറയുന്ന സംഘർഷങ്ങൾ ഉണ്ടായത്. അതായത് ഏറ്റവും ശക്തമായ പ്രധാനപ്പെട്ട ആളുകൾ പലരും കൊല ചെയ്യപ്പെട്ട വധശ്രമങ്ങളൊക്കെ പി ജയരാജേട്ടനെതിരെ വധശ്രമം നടത്തുന്നു, ജയകൃഷ്ണ മാഷ് കൊല ചെയ്യപ്പെടുന്നു. ആ രീതിയിലുള്ള സംഘർഷങ്ങൾ അത് അവസാനിച്ചു. അതാണ് അവസാനിച്ചത്. ഇത് രണ്ടും ഈ അനിൽ ഷുക്കൂറിന്റെ കേസ് എന്ന് വെച്ചാൽ ഈ ജയരാജേട്ടന് നമ്മുടെ TV രാജേഷും കൂടി ഇവിടെ പോകുന്ന സമയത്ത് ചില ലീഗ് കോട്ടകളുണ്ട്. അവിടെ അവരുടെ വണ്ടി ആക്രമിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നത്തിലാണ് അനിൽ ഷുക്കൂർ കൊല ചെയ്യപ്പെടുന്നത്. അത് ഇവർ പറയുന്നത് രാഷ്ട്രീയമായ എന്താ പറയുക വിചാരണ നടത്തി കൊന്നൊക്കെ. കണ്ണൂരിലെ പ്രത്യേക സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും അവിടെ. പിന്നെ ഷുഹൈബിന്റെ കാര്യം അതിലും രസമാണ്. ഇന്ന് നമ്മൾ എന്ത് ചെറിയ കാര്യത്തിന് വേണ്ടി ആളുകളെ കൊല്ലുന്നു, ആളുകൾ ഇത്രയും ഫ്യൂഡലായി ചിന്തിക്കുന്നത്. കാരണം ഷുഹൈബിന് അവിടെ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് അവനെ KSU പിള്ളേരെ സംഘടിപ്പിക്കാൻ നോക്കി. അപ്പൊ അതിനെ അവിടുത്തെ ലോക്കൽ DYFI ഒക്കെ ചോദ്യം ചെയ്തു. അവരതിന് ഉന്തും തള്ളുമായി. ഇവൻ നല്ല ധൈര്യമുള്ളവർ തന്നെ ഷുഹൈബ്. പിന്നെ AP സുന്നി, അപ്പം വല്ലാതെ ഡെഡ്ലി ആയിട്ടുള്ള കോമ്പിനേഷൻ. AP സുന്നിയാണ്, കോൺഗ്രസുമാണ്. ഇവൻ അടുത്ത് ഷാഫി പറമ്പിലെ കാണേണ്ടവനായിരുന്നു.
അപ്പോ അവർ ഈഗോ ഹർട്ട് ചെയ്തു. ഈഗോ ഹർട്ട് ചെയ്തപ്പോഴാണ് ഇവനെ കൊല്ലാൻ തീരുമാനിക്കുന്നത്. അതിന് ആകേഷ് തില്ലങ്കരി ഇവനൊക്കെയാണ് കൊട്ടേഷൻ ആയിട്ട് എടുത്തത്, 2 ഏരിയ കമ്മിറ്റികൾ ചേർന്നു. അപ്പം അത് അവനെ കൊല്ലാൻ തീരുമാനമില്ലായിരുന്നു ഞാൻ മനസ്സിലാക്കുന്നത്. കാല് വെട്ടിക്കളയുന്നു. അതൊന്നും ആലോചിച്ചു, ഒരു ചെറുപ്പക്കാരനെ കാല് വെട്ടി, എന്തൊരു നൃശംസത. ഇതുപോലെ തന്നെയാണ് കൃപേഷിന്റെ ഷർത്തിലാലും. ഇപ്പൊ ഞങ്ങളൊക്കെ ആ ഏരിയയിൽ ഇപ്പം ഞാൻ കോഴിക്കോട്ടാണെങ്കിൽ ആ ഒരു കണ്ണൂരൊക്കെ ചേർന്ന് നിൽക്കുന്ന കോഴിക്കോടിന്റെ ഭാഗമാണ്. നമ്മുടെ ഒരു കൾച്ചറൽ ബെൽറ്റാണ്. ഈ ചേകോമാരുടെയൊക്കെ ഒരു സംസ്കാരമുള്ള കുടിപ്പകയൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പൊ അവിടെയൊക്കെ തന്നെ ഒരു കോൺഗ്രസിൽ നിന്ന് ഒരു പയ്യനെ എമേർജ് ചെയ്ത് വന്ന അവൻ പാർട്ടി സംഘടിപ്പിക്കാൻ നോക്കി കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെ നേരിടേണ്ടി വരും. ഇതാണ് കൃപേഷിന് ഷർദിലാൽ സംഭവിച്ചത്. ലോക്കൽ നേതാക്കന്മാർ ഇത് പ്രശ്നമായി, അവരുടെ ഈഗോ ഹർട്ട് ചെയ്തു. ഇവരെന്ന് കഴിഞ്ഞാൽ അവിടെ കോൺഗ്രസ് ചിലപ്പോൾ ശക്തിപ്പെടും എന്നുള്ള ഫീല്. പിന്നെ നേതാക്കന്മാരുടെ ഞങ്ങളെ ചോദ്യം ചെയ്യാൻ ഒരാൾ, അങ്ങനെയാണ് അവരെ കൊന്നത്. പക്ഷെ അതൊക്കെ തിരിച്ചടിയായി. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷൻ ഇത്രയും വലിയ തിരിച്ചടി മലബാറിൽ വരാറുണ്ട്. എസ്പെഷ്യലി കാസർഗോഡ് ഉണ്ണിത്താൻ ആ ഒരു കൊലപാതകമാണ്. കാരണം കമ്മ്യൂണിസ്റ്റ് കുടുംബങ്ങളിലെ സ്ത്രീകൾ വരെ വോട്ട് ചെയ്തു. ഇങ്ങനെ ശരിയാവില്ലല്ലോ, ഇവരുടെ മക്കളും മരിക്കല്ലോ. പിന്നെ ഇതിനെതിരെ യൂത്തിന്റെ ഇടയിൽ ഒരു വികാരം ഉണ്ടായത്. കാരണം പണ്ടൊക്കെ ആളുകൾക്ക് വേറെ പണിയൊന്നുമില്ല. ഇപ്പൊ ഇഷ്ടംപോലെ തൊഴിലവസരങ്ങളും ആധുനിക വിദ്യാഭ്യാസമാണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ചാവാനായിട്ട് നമ്മൾ ഈ നേതാക്കന്മാരുടെ മക്കൾ ഏത് പാർട്ടിയിലാണെങ്കിലും നല്ല പൊസിഷനിലാണ്. അത് എല്ലാവരും തന്നെ എനിക്കൊന്നുമില്ല, അവർ ഉടായ്പ വഴിയിലൂടെ, അല്ലാതെ തന്നെ പഠിച്ചൊക്കെ തന്നെയാണ്. ഇപ്പൊ ഗോവിന്ദമാഷ്ട മോഹൻ സിനിമയിലാണ്, പി ജയരാജന്റെ മോൻ മാത്രമാണ് ഈ പറയുന്ന താഴെത്തട്ടില് പോകാട്ടൊക്കെ അടിച്ച്. മൂപ്പര് ഒരു ലൈഫ് സ്റ്റൈൽ അങ്ങനെയാണ്. ബാക്കി എല്ലാവരുടെ മക്കളും ബിസിനസ് ഒക്കെ ചെയ്ത് സ്വസ്ഥമായി. അത് തെറ്റായ കാര്യമൊന്നല്ല. അച്ഛൻ അങ്ങനെ ആയിട്ട് മക്കൾ ഇങ്ങനെ ആവണമെന്നല്ലോ. പക്ഷെ ആളുകൾ ഇങ്ങനെ ചിന്തിക്കുമല്ലോ, നമ്മളെ മക്കൾ ഇങ്ങനെ അടി കൊടുക്കാനും അടി വേനിക്കാനും ചാവാനും കൊല്ലാനും. അത് അങ്ങനെ നേതാക്കന്മാരുടെ മക്കളൊക്കെ രക്ഷപ്പെടുന്ന ഒരു ഫീൽ വരും. അപ്പൊ അതിന്റെ ഭാഗമായി യുവാക്കൾക്കും ഇതിൽ താല്പര്യം പോയി. പിന്നെ ആകാശ് തില്ലങ്കരിനെയൊക്കെ പോലെ അങ്ങനെ ഒരു ക്രിമിനലിസം രക്തത്തിലുള്ള ആളുകൾ മാത്രമാണ് അതിന്റെ ഭാഗമാണല്ലോ. അവര് പിന്നെ ഇത് കച്ചവടമാക്കാൻ നോക്കി. പാർട്ടിനെ അവരെ തള്ളിക്കളഞ്ഞു. ആകാശ് തില്ലങ്കരിയോ ആയെങ്കിയോ ഒന്നും പാർട്ടിയിലില്ലല്ലോ. ഞാൻ മനസ്സിലാക്കും കൊടിസുനിനെ വരെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ ഒന്നും മിണ്ടുന്നില്ലല്ലോ. അപ്പം ഇത്തരം ഒരു ഗുണ്ട എലമെന്റ്സിനെ നിയന്ത്രിക്കണം പാർട്ടി തന്നെ ആഗ്രഹിച്ചിരുന്നു. പിന്നെ ഈ പറയുന്ന എങ്കിൽ പോലും ഈ കോൺഗ്രസ്സുകാരനൊക്കെ തല വെക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ട്. അതെനിക്ക് തോന്നുന്നു അത് കോൺഗ്രസ്സുകാരനോട് എന്തോ ആവാന്നുള്ള ഫീലാണ്. അത് തിരിച്ചടിക്കില്ല. സുധാകരന് പണ്ടത്തെ പോലെ ഒരു ശക്തിയില്ല. പക്ഷെ അത് നിങ്ങൾ കേരളം മൊത്തം വലിയ വില കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ ലക്ഷത്തിൽ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കുന്നു. പിന്നെ കണ്ണൂര് രാഷ്ട്രീയ കൊലപാതകം നമ്മൾ ഒരു ദിവസം പ്രത്യേകം ഉണ്ടായതല്ല. ഇത് ആദ്യ കാലഘട്ടത്തിൽ കർഷക സംഘങ്ങൾ ഉണ്ടായി വന്ന സമയത്ത് ഈ മാടമ്പിമാര് അവരെ അടിച്ചമർത്താൻ ശ്രമിക്കുകയും അങ്ങനെ അതിനെ തിരിച്ചടിച്ചു തുടങ്ങിയതാണ്. അത് പിന്നെ ഇന്നത്തെ രീതിയിൽ മാറുന്നത് ഈ പറയുന്ന ഒരു കർഷക സമരങ്ങളുടെ ഭാഗമായി തന്നെ വന്നത്. ഇന്നത്തെ രീതിയിൽ മാറുന്നത് RSS ഗണേഷ് ബിഡി എന്ന് പറഞ്ഞിട്ട് മംഗലാപുരം ബേസ്ഡ് RSS ആയ ആളുകളുടെ ഒരു ബീഡി കമ്പനി ഉണ്ടായിരുന്നു. ആ ബീഡി കമ്പനി സംരക്ഷിക്കാനും അതിനെതിരെ ദിനേശ് ബീഡി എന്ന് പറഞ്ഞ തൊഴിലാളികളുടെ സഹകരണ സംഘം വന്നു. അപ്പൊ അതിനെ ഗണേഷ് ബീഡി സംരക്ഷിക്കാനും ദിനേശ് ബീഡി സംരക്ഷിക്കാനും വേണ്ടിയുള്ള ഫൈറ്റായി. പിന്നെ ഗണേഷ് ബീഡി നിർത്തിപ്പോയി. ദിനേശ് ബീഡിയാണ് ഇപ്പോൾ അവിടെ ഉള്ളൂ. അങ്ങനെയാണ് RSS ഈ സംഘർഷത്തിലേക്ക് വരുന്നത്. അന്ന് കേട്ടിട്ടുള്ള മംഗലാപുരത്ത് RSS വന്ന് ഇവിടെ കൈകാര്യം ചെയ്യും, അവരെ ഇവിടെ നിന്ന് തിരിച്ചടിക്കും എന്നൊക്കെ ആയിരുന്നു. അങ്ങനെയാണ് അതിന്റെ തുടർച്ചയായിട്ടാണ് ബോഡിക്കൽ രാമകൃഷ്ണൻ കൊലയപ്പെടുന്നത്. പിന്നുണ്ടാകുന്ന സംഘർഷങ്ങളൊക്കെ വന്നത്. അപ്പൊ ഇതിനൊരു ഹിസ്റ്റോറിക്കലായിട്ട് തുടർച്ചയുണ്ട്. പിന്നെ തിരുവനന്തപുരത്തൊക്കെ ഇങ്ങനെ ആരെങ്കിലും ഒരാൾ കൊന്നു കഴിഞ്ഞാൽ അവനെ പെണ്ണ് പോലും കിട്ടില്ല. കണ്ണൂർ അതല്ല. കണ്ണൂർ ഈ പണ്ടത്തെ ഫ്യൂഡൽ കൾച്ചർ ഉണ്ടല്ലേ, ചേവന്മാരുടെ. ഇപ്പൊ ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളൊക്കെ രക്തത്തിൽ അതുണ്ട്. അപ്പൊ ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി കൊല്ലുന്നത് പണ്ട് കുടുംബത്തിന് വേണ്ടി തച്ചോളി ഉദാനം കൊല്ലുന്ന പോലെയാണ്. അത് പോസിറ്റീവാണ്. അങ്ങനെ പാർട്ടിക്ക് വേണ്ടി കൊല്ലുന്നവന് നല്ല കല്യാണോചരവനും സമൂഹത്തിൽ വലിയ അംഗീകാരം കിട്ടും. പാർട്ടി അവന്റെ കുടുംബത്തെ സംരക്ഷിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു പോസിറ്റീവ്. തിരുവനന്തപുരത്തൊന്നും നടക്കില്ല. നിങ്ങൾ എന്ത് വലിയ രാഷ്ട്രീയക്കാനായാലും ഒരു കൊലപാതക കേസിലെ പെട്ടെങ്കിൽ നല്ല കുടുംബത്തിൽ നിങ്ങൾ പെണ്ണ് കിട്ടില്ല. മാത്രമല്ല തിരുവനന്തപുരത്ത് ഇപ്പൊ അങ്ങനെ ഒരു കൊലപാതക കേസിൽ ഗുണ്ടകളല്ല ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരനെ അടുത്ത സുഹൃത്തിനെ കൊന്നു വിചാരിച്ച് കൊല്ലണമെന്നൊന്നും പ്ലാൻ ചെയ്യില്ല. അതിനെ കൊല്ലാന്ന് പറയുന്നത് നെഗറ്റീവാണ്. മാത്രമല്ല ചിലപ്പോൾ ജയിലിൽ പോയി കിടക്കേണ്ടി വരും. മാത്രമല്ല ആ രീതിയിൽ സപ്പോർട്ട് പാർട്ടിയുടെ ഭാഗത്ത് കിട്ടണമെന്നില്ല. അപ്പൊ അവരെന്തെന്ന് വെച്ചാൽ ഒരു അടിയൊക്കെ കൊടുത്ത് ചിലപ്പോൾ മാറ്റി നിർത്തും. കണ്ണൂർ അതല്ല. ഇപ്പൊ ആയിരുന്നില്ല എന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ക്ഷേത്ര പോകുമ്പോൾ നിങ്ങൾ എടുത്തതിന്റെ അടി ഉണ്ടായി, നിങ്ങൾ എടുത്താൽ തല്ലി, നിങ്ങൾ അതിന് ബോംബെ പോയി 20 വർഷം അവിടെ ജീവിച്ചു, കല്യാണം കഴിച്ചു. ഇവൻ ഈ പകയം വെച്ച് നടക്കുക, ഇവനും ഇവന്റെ പാർട്ടിയോ, അത് ഏത് പാർട്ടിയാണെങ്കിലും. എന്നിട്ട് വല്ല ഉത്സവത്തിന് നിങ്ങൾ നാട്ടിൽ വരുമ്പോൾ നിങ്ങൾ അവിടെ തട്ടിക്കളയും. ആ രീതിയിലുള്ള അതൊരു പോസിറ്റീവാണ്. അങ്ങനെ കൊല്ലുന്നത് ഇപ്പൊ അവിടെയുള്ള സവർണ കുടുംബത്തിൽപ്പെട്ട ഒരു ലേഡി, എന്നൊക്കെ കെ കരുണാകരന്റെ ബന്ധുവായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് ആയിട്ടുള്ള ലേഡി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആ സുധാകരനെയൊക്കെ തട്ടിക്കളയണം. അതിനുശേഷം ജയകൃഷ്ണ മാഷെ കൊന്ന തെറ്റല്ലോ. ജയകൃഷ്ണ മാഷ് അയാൾ RSS തന്നെയല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. ആ കാലത്ത് അവരെ മരിച്ചു കേട്ടോ. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മൂമ്മയായിരുന്നു. ഇവരൊരു നിങ്ങൾ ഈ പറയുന്ന സബാൾട്ടൻ താഴ്ന്ന ആദ്യപ്പെട്ട ഒരാളല്ല. ഉയർന്ന കുടുംബത്തിലുള്ള കെ കരുണാകരന്റെ ബന്ധുവാണ്. ഉയർന്ന സമുദായത്തിലുള്ള ആളാണ്. അവരാണ് ഈ പറഞ്ഞത്. പക്ഷെ അവരാലോചിക്കുന്നില്ല അവരുടെ മോൻ പാർട്ടി പുറത്താണ് അവിടെ. അദ്ദേഹം ഈ പറയുന്ന രാഷ്ട്രീയ
സംഘർഷം വന്ന കേസിലൊക്കെ പുതിയത് അയാൾ ഇതുപോലെ കൊല ചെയ്യപ്പെട്ടില്ലേ, പക്ഷെ അവർക്ക് അത് പ്രശ്നമല്ല. എന്തായാലും നമുക്ക് അതൊരു മെന്റാലിറ്റി ആയിരുന്നു ഈ പറഞ്ഞ ചാവയ. ആ ഒരു ലോക ആധുനികതയിലേക്ക്, കേരള ആധുനികതയിലേക്ക് പോയപ്പോൾ കണ്ണൂർ ഈ ചാവയ സംസ്കാരം അവിടെ പാർട്ടികൾ ഏറ്റെടുത്ത് ഫ്രീസായി വെക്കുകയും ചെയ്തു. അതിൽ നിന്ന് ഇപ്പം വലിയൊരു അളവ് വരെ രക്ഷപ്പെടുത്താൻ മോഡിക്കും പിണറായി വിജയനും പറ്റി എന്നുള്ളത് വലിയ ഘടകമാണ്. അതിൽ മുഖമായി നിന്നു എന്നുള്ള ഒരു കാര്യം എം ചെയ്തു. എന്തായാലും സംഘർഷങ്ങൾ ഒഴിഞ്ഞ കണ്ണൂരിനെ നമുക്ക് കാണാൻ സാധിക്കട്ടെ.